ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കോളേജ് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ സമയം വൈകിയത് കാരണം അമ്മ എനിക്ക് വാരി തരുവാണ്. ഞാൻ ഫുഡ് കഴിക്കാതെ കോളേജിൽ പോകുന്നത് അമ്മയ്ക്ക് ഭയങ്കര സങ്കടവും അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത കാര്യം കൂടിയാണ്. അപ്പോൾ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞ് എനിക്ക് വാരിയൊക്കെ തന്നു. നമ്മുടെ കോളേജ് സെലിബ്രേഷൻ അല്ല, ക്രിസ്മസ് സെലിബ്രേഷൻ വരുന്നത് 2 ദിവസമായിട്ടാണ്. ഫസ്റ്റ് ഡേ നമ്മുടെ കോളേജിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ആൻഡ് സെക്കൻഡ് ഡേ വരുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ് ആൻഡ് PG 1 2 ഇത്രയും പേര് അടങ്ങുന്ന ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരിക്കും അത്. ഈ 2 ദിവസവും നമുക്ക് ഉച്ചവരെ ക്ലാസ് കാണും. ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും പരിപാടിയുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ അവർ മാത്രമേ നമുക്ക് ക്ലാസ് എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള 2 അവർ ഞങ്ങൾക്ക് ഫ്രീ ആയിരുന്നു. കാരണം പിറ്റേ ദിവസം ഡിപ്പാർട്ട്മെൻറ്റ് സെലിബ്രേഷനാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ പരിപാടികളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയേഴ്സാണ്. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ആണല്ലോ. അതുകൊണ്ട് പരിപാടികളെല്ലാം നടത്തേണ്ടത് ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾ മിസ്സിൻ്റെ അടുത്തു നിന്ന് അവർ ചോദിച്ച് വാങ്ങിച്ചു. അടുത്ത ദിവസത്തേക്കുള്ള അറേഞ്ച്മെൻറ്റ്സും അതുപോലെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഇരുന്ന് എഴുതുമായിരുന്നു. പിന്നെ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഇൻഡോർ കോർട്ടിലോട്ട് നടക്കുവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ കുഞ്ഞ് ഒരു സെലിബ്രേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട്. അങ്ങനെ അവരുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് അടിച്ചു പൊളിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. തുടക്കം തന്നെ വളരെ മനോഹരമായിരുന്നു ഗൈസ്, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നായിരുന്നു, പക്ഷേ കോപ്പിറൈറ്റ് അടിച്ച് ഗൈസ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇത് പിന്നെ നമ്മുടെ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മുടെ സ്വന്തം ഗസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പാസിംഗ് ദ ബോളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മളും അതുപോലെ അവരും എല്ലാവരും കൂടെ ചേർന്നിട്ട് പാസിംഗ് ദ ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരിക്കും നല്ല രസമായിരുന്നു. ആദ്യമേ തന്നെ നമ്മുടെ കോളേജിലുള്ള എല്ലാവരും ഔട്ടായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ അവരെല്ലാവരും കൂടെ കളിച്ച് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വിന്നറിനെയൊക്കെ സെലക്ട് ചെയ്തു. അവർക്കും സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കോളേജിൽ നിന്ന് ഒരു അടിപൊളി മ്യൂസിക് ഉണ്ടായിരുന്നു. മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ അവരോടൊപ്പം കുറച്ച് നല്ല നിമിഷങ്ങൾ പങ്കിട്ടതിന് ശേഷം ഞങ്ങൾ അവരെ എല്ലാവരെയും യാത്ര അയച്ചു സന്തോഷത്തോടു കൂടി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോളേജിലെ പരിപാടി, അതായത് ഞങ്ങളുടെ പരിപാടി പതുക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോൾ മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം, ഈ ബാൻഡ് ശരിക്കും അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വർഷം ഈ സെയിം ബാൻഡായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് വീഡിയോസാണ്. കുറേ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോസിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പം ഞങ്ങളവിടെ വൈകുന്നേരം ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പതുക്കെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങി. പിള്ളേരൊക്കെ ഒന്ന് ഓണായി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ താഴത്തോട്ട് ചെന്നു. കാരണം ഞങ്ങൾക്ക് കുറച്ച് ഡാൻസൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഡാൻസും പഠിച്ച് കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതിൽ കൂടിയിട്ട് ഞങ്ങളും പതുക്കെ താഴത്തോട്ട് ചെന്നൊന്ന് വൈബാവാൻ വേണ്ടിയിട്ട്. ബാൻഡോട് കൂടി നമ്മുടെ പരിപാടി പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടായിരുന്നു സാന്റാക്ലോസിൻ്റെ. അങ്ങനെ ഓരോ സാന്റാസ് ഇങ്ങനെ മാറി മാറി വന്ന് അവരുടേതായ രീതിയിൽ അവർ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് അടിപൊളിയാക്കി ചെയ്തിട്ട് അവർ പോയി. അപ്പോൾ പുറകിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഓരോന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡ്രംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്രിസ്മസിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൾച്ചറൽസ് ഉണ്ടായിരുന്നു. വേറെ പരിപാടി ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ ഒരു ബാൻഡും പിന്നെ ഞങ്ങളുടെ കൾച്ചറൽസ് ആയിരുന്നു. പിന്നെ കുറേ ടൈം
ഇങ്ങനെ പാട്ടിട്ട് തന്നു ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വെറുതെ. പക്ഷേ ഇപ്രാവശ്യം ഒരു അനൗൺസ്മെൻറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസിൻ്റെ കൾച്ചറൽ ആക്ടിവിറ്റീസും എക്സ്റ്റേണൽ, അതായത് പുറത്തുനിന്ന് നമ്മൾ വിളിക്കുന്ന പരിപാടി ഒന്നിച്ച് വേണ്ട എന്നുള്ള രീതിക്ക്. അതുകൊണ്ട് കൾച്ചറൽസ് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്രാവശ്യം വെച്ചിരുന്നത്. അങ്ങനത്തെ അത്യാവശ്യം നല്ല ക്രൗഡായി ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളും താഴെ പോയി. ഞങ്ങൾ എൻജോയ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആക്ച്വലി എടുക്കാനായിട്ട് പറ്റിയില്ല. ശരിക്കും നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു ബാഗും കാര്യങ്ങളും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഏകദേശം ഇന്ന് സെറ്റാക്കിയേക്കുന്ന കാര്യങ്ങൾ. ബാക്കിയെല്ലാം നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ പുറത്തൊരു സ്റ്റാറൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.